ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് ഇൻകം ടാക്സ് ആൻഡ് GST. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ഡെഫിനിഷൻ ഓഫ് GST എന്നുള്ളതാണ്. GST സെക്ഷൻ 2 ഒരുപാട് ഡെഫിനിഷൻസാണ് ഡീൽ ചെയ്യുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസാണ്. ഓക്കെ, 109 ഡെഫിനിഷനോളം ഉണ്ട് സെക്ഷൻ 2-ൽ. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ്, അതിൻ്റെ ഡെഫിനിഷനാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ എന്താണ് ഏജൻറ്റ്? ഓക്കെ, ഫസ്റ്റ് ഡെഫിനിഷൻ ഏജൻ്റ് ആണ്. എന്താണ് ഏജൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏജൻറ്റ് മീൻസ് എ പേഴ്സൺ ഇൻക്ലൂഡിങ് എ ഫാക്ടർ, ബ്രോക്കർ, കമ്മീഷൻ ഏജൻറ്റ് ഓർ ഡെലിഗേറ്റ് ഏജൻറ്റ് and auctioneer or any other mercantile agent by what name called, who carries on the business of supply or receipt of goods and services or both on behalf of another. എന്താണ് ഏജൻറ്റ് പറഞ്ഞാൽ? ഒരു പേഴ്സൺ ആവാം. ഓക്കെ, എന്തായാലും ഫാക്ടർ അല്ലെങ്കിൽ ബ്രോക്കർ, കമ്മീഷൻ ഏജൻറ്റ് അല്ലേ, അതുപോലെ തന്നെ ഡെലിഗേറ്റ് ഏജൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് ഗ്യാരണ്ടി കൂടെ കൊടുക്കുന്ന ഏജൻറ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ ആക്ഷനിയർ, അതുപോലെ ഇനി അത് മെർക്കന്റൈൽ ഏജൻറ്റ്, എന്തും ആവാം, എന്ത് ഏജൻറ്റും ആവാം, എന്താണ് ഒരാളും ആവാം. ദെൻ വാട്ട് എവർ നെയിം കോൾഡ് എന്താവാം. ദെൻ ഹു ക്യാരീസ് ഓൺ ദി ബിസിനസ് ഓഫ് സപ്ലൈ ഓർ റെസിപ്റ്റ്, എന്താണ് ഗുഡ്സ് സപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് റിസീപ്റ്റ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ബോത്ത്, ഇത് രണ്ടും ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ ബിഹാഫ് ഓഫ് അനദർ, അല്ലെ മറ്റൊരാൾക്ക് വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഗുഡ്സോ സർവീസോ റിസീവ് ചെയ്യുന്ന ആളെയാണ് എന്ത് പറഞ്ഞത് നമ്മൾ ഏജൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഡെഫിനിഷന്. രണ്ടാമത്തത് അഗ്രിഗേറ്റ് ടേൺ ഓവർ. അഗ്രിഗേറ്റ് ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ് വാല്യൂസ് ഓഫ് ഓൾ ഔട്ട്വാർഡ് സപ്ലൈസ്. എല്ലാ ഔട്ട്വാർഡ് സപ്ലൈസും എന്താണ് ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഉൾപ്പെടുന്നുണ്ട്. എന്തൊക്കെ? ടാക്സബിൾ സപ്ലൈസ്, എക്സംപ്റ്റ് സപ്ലൈസ്, എക്സ്പോർട്സ്, ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസ് ഓഫ് പേഴ്സൺ ഹാവിങ് ദി സെയിം ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഓൺ ഓൾ ഇന്ത്യ ബേസിസ്. ഓൾ ഇന്ത്യ ബേസിൽ എത്രയാണോ ടേൺ ഓവർ ഉള്ളത് അത് ചേർന്നാണ് എന്ത് ഈ ഒരു അഗ്രിഗേറ്റ് ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? അല്ലെ, ടാക്സബിൾ സപ്ലൈസ് അതിൽ ഉൾപ്പെടുന്നുണ്ട്, എക്സംപ്റ്റ് സപ്ലൈസ് അതിൽ ഉൾപ്പെടുന്നുണ്ട്, എക്സ്പോർട്സ് അതിൽ ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സപ്ലൈസും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഇതിനെയാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ GST രജിസ്ട്രേഷന് പാൻ കാർഡിൻ്റെ ബേസിലാണ്. സോ ഒരു പാൻ കാർഡിൻ്റെ ബേസിൽ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള GST രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിൽ എവിടെയൊക്കെ രജിസ്ട്രേഷൻ ഉണ്ടോ അവിടുത്തെയൊക്കെ ഔട്ട്വാർഡ് സപ്ലൈ ചെയ്യാണ് അല്ലെങ്കിൽ അവിടുത്തെയൊക്കെ സെയിൽസിനെ അല്ലേ മൊത്തം വിറ്റുവരവിനെയാണ് എന്ത് പറയുന്നത് അഗ്രിഗേറ്റ് ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓൾ ഇന്ത്യ ബേസിൽ എത്രയാണോ ടേൺ ഓവർ ഉള്ളത് അതാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ടാക്സബിൾ സപ്ലൈസ് അതിൽ ഉൾക്കൊള്ളും. ഓക്കെ, ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സിൻ്റെ സപ്ലൈസ്, അതുപോലെ തന്നെ ടാക്സ് ഇല്ലാത്ത ഗുഡ്സിൻ്റെ സപ്ലൈസ്, എക്സ്പോർട്സ്, അതുപോലെ തന്നെ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസ് ഒക്കെ എന്തിൽ ഉൾപ്പെടും? ഇവർ അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ഉൾപ്പെടും. ചുരുക്കി പറഞ്ഞാൽ എന്താണ് രജിസ്ട്രേഷൻ അവിടെയൊക്കെ ഉണ്ടോ അപ്പോൾ അവിടെ ഉള്ളതൊക്കെ എന്താണ് മൊത്തത്തിലുള്ള ഔട്ട്വാർഡ് സപ്ലൈ ആണെന്ത് ഒരു അഗ്രിഗേറ്റ് ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഔട്ട്വാർഡ് സപ്ലൈൻ്റെ വാല്യൂ ആണെന്ത് അഗ്രിഗേറ്റ് ടേൺ ഓവർ. അപ്പോൾ ഇതിലെന്തൊക്കെ ഉൾപ്പെടാത്തത്? അല്ലേ, GST അതുപോലെ തന്നെ അത്തരത്തിലുള്ള അമൗണ്ടുകൾ SGST, UTGST, IGST ഒന്നും ഇതിൽ ഉൾപ്പെടില്ല കേട്ടോ. ഓക്കെ, GST അമൗണ്ടുകളൊന്നും ഉൾപ്പെടില്ല. ഇപ്പോൾ അതുപോലെ തന്നെ വാല്യൂ ഓഫ് ഇൻവാർഡ് സപ്ലൈൻ്റെ വാല്യൂ ഇതിൽ ഉൾപ്പെടില്ല. ഇൻവാർഡ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമലി GSTൻ്റെ കേസിൽ സപ്ലയർ ആണെന്ത് ടാക്സ് അടക്കേണ്ടത്. ഓക്കെ, എന്നാൽ ചില സിറ്റുവേഷനിൽ എന്തുണ്ടാവും ഇൻവാർഡ് സപ്ലൈ അല്ലേ. ഓക്കെ, ആരാണ് കിട്ടുന്ന വ്യക്തി പർച്ചേസ് ചെയ്യുന്ന ആളെന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടക്കേണ്ടി വരും. അതാണ് റിവേഴ്സ് ചാർജ് കൊണ്ട് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അതാണ് റിവേഴ്സ് ചാർജ്. സോ അത്തരത്തിലുള്ള റിവേഴ്സ് ചാർജും എന്താണ് ഈ ഒരു അഗ്രിഗേറ്റ് ടേൺ ഓവറിന് ഉൾപ്പെടില്ല. ഓക്കെ, അപ്പോൾ അതാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. GST രജിസ്ട്രേഷന് എവിടെയൊക്കെ ഉണ്ടോ അപ്പോൾ അവിടെയൊക്കെ എന്താണ് അവിടുത്തെ ഒക്കെ ഔട്ട്വാർഡ് സപ്ലൈ അല്ലെങ്കിൽ ഔട്ട്വാർഡ് സപ്ലൈൻ്റെ വാല്യൂയാണ് എന്ത് പറയുന്നത് നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 2 സബ്സെക്ഷൻ 6 ആണ് ഈ ഒരു അഗ്രിഗേറ്റ് ടേൺ ഓവർ ഡിനോട്ട് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ GST രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെ എവിടെയൊക്കെ രജിസ്ട്രേഷൻ ഉണ്ടോ അപ്പോൾ അവിടുത്തെ ടോട്ടൽ ഔട്ട്വാർഡ് സപ്ലൈൻ്റെ വാല്യൂ ആണെന്ത് ടോട്ടൽ സെയിൽസിൻ്റെ വാല്യൂ ആണെന്ത് ഈ ഒരു അഗ്രിഗേറ്റ് ടേൺ ഓവർ.
The next, agriculturist. Agriculturist means an individual or a Hindu undivided family. എന്താണ് ഒരു ഇൻഡിവിജ്വൽ ആവാം അല്ലെങ്കിൽ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആവാം. എന്താണ് ഹു അണ്ടർടേക്സ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ്, അല്ലേ, എന്താണ് ഭൂമിയിൽ കൃഷി നടത്തുന്നുണ്ട് ബൈ ഓൺ ദി ലേബർ, അല്ലേ, സ്വന്തമായിട്ടുള്ള പണിക്കാരോടോ അല്ലെങ്കിൽ ബൈ ദി ലേബർ ഓഫ് ഫാമിലിൻ്റെ പണിക്കാരോടോ, അല്ലേ, പണിക്കാരെ വെച്ചിട്ടോ, അല്ലെങ്കിൽ ബൈ സെർവൻറ്റ് ഓൺ വേജസ്, അല്ലേ, കൂലിക്ക് പണിക്കാരെ വെച്ചിട്ടോ, അല്ലേ, ഇൻ ക്യാഷ് ഓർ കൈൻഡ്സ്, എന്താണ് അല്ലെങ്കിൽ മറ്റുള്ള കൂലി അല്ലെങ്കിൽ മറ്റുള്ളതോ, അല്ലെങ്കിൽ ബൈ ഹയേർഡ് ലേബർ അണ്ടർ പേഴ്സണൽ സൂപ്പർവിഷൻ, എന്താണ് പേഴ്സണൽ സൂപ്പർവിഷൻ്റെ അണ്ടറിലുള്ള ലേബറിന് എന്താണ് നമ്മൾ ഇത് ഹയർ ചെയ്തിട്ടുള്ളതോ, അല്ലെങ്കിൽ സൂപ്പർവിഷൻ ഓഫ് മെമ്പർ ഓഫ് ദി ഫാമിലി, അല്ലെ, ഫാമിലി മെമ്പേഴ്സിൻ്റെ സൂപ്പർവിഷനോ. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇത്തരത്തിലുള്ള ആളെ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള പണിക്കാരെ വെച്ചിട്ടോ ഫാമിലീൻ്റെ പണിക്കാരൊക്കെ വെച്ചിട്ടോ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി നടത്തുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെയോ നമ്മൾ അഗ്രികൾച്ചറിസ്റ്റ് എന്ന് പറയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബിസിനസ്. ഒരു ഡീറ്റെയിൽഡാണ് ബിസിനസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എന്താണ് ബിസിനസ്സിന് GST സെക്ഷൻ 2 സബ്സെക്ഷൻ 17 ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, ബിസിനസ് എനി ട്രേഡ്, കൊമേഴ്സ്, മാനുഫാക്ചർ, പ്രൊഫഷൻ എക്സെട്ര ഈവൻ ഇഫ് ദർ ഈസ് നോ മോണിറ്ററി ബെനഫിറ്റ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി പഠിച്ച എന്താണ് മോണിറ്ററി ബെനഫിറ്റ് ഉള്ളതാണെന്ന്, അല്ലെ, എൻ ആക്ടിവിറ്റി ടു ഗെറ്റ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ട്രേഡോ കൊമേഴ്സോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ പ്രൊഫഷനോ ഒക്കെ എന്താണ് ഈവൻ ഇഫ് ദർ ഈസ് നോ മോണിറ്ററി ബെനഫിറ്റ് ഇല്ലെങ്കിലും എന്താണ് അത് ബിസിനസ്സാണ്. ഓക്കെ, സോ എനി ആക്ടിവിറ്റി ഇൻസിഡൻ്റൽ ആൻസിലറി ടു ഇറ്റ്. ഇപ്പോൾ അതുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ അതും എന്താണ് ബിസിനസ്സാണ്. സോ എനി ആക്ടിവിറ്റി ഓഫ് സെയിം നേച്ചർ ഈവൻ ഇഫ് നോ വോളിയം കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പോൾ പൊതുവെ ബിസിനസ് റെഗുലറാണല്ലോ, അല്ലെങ്കിൽ റൗട്ടീനാണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഒരേ വോളിയമാണോ അല്ലെങ്കിൽ ഒരേ വോളിയം അല്ലേ, അങ്ങനെ ഒന്നും ഇതിലില്ല. ചുരുക്കി പറഞ്ഞാൽ അല്ലെ നിശ്ചിത വോളിയം വേണമെന്നോ നിശ്ചിത വോളിയം വേണ്ട എന്നോ ഒന്നും ഇതിലില്ല. ഓക്കെ, അപ്പോൾ റെഗുലർ ആവണം എന്നില്ല, റൗട്ടീൻ ആവണം എന്നൊന്നും ഇല്ല. ഓക്കെ, അത്തരത്തിലുള്ളതും എന്താണ് ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരും. ഓക്കെ, അതുപോലെ തന്നെ സപ്ലൈ, അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ ഗുഡ്സ് ഓർ സർവീസ്. ഇപ്പോൾ ബിസിനസ് തുടങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ നിർത്തുന്നതായി ബന്ധപ്പെട്ടിട്ടുള്ള വല്ല ക്യാപിറ്റൽ ഗുഡ്സ് പറഞ്ഞാൽ ലോങ് ടേം യൂസിനുള്ള ഗുഡ്സാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെഷീനറി, ഫർണിച്ചർ, ബിൽഡിംഗ് ഒക്കെ. സോ അതുപോലത്തെ സാധനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്താലും എന്താണ് ബിസിനസ്സിൽ പെടും. ഓക്കെ, ഇൻ കണക്ഷൻ വിത്ത് കമൻസ്മെൻറ്റ് ക്ലോസർ ഓഫ് ബിസിനസ്. ഇപ്പോൾ ബിസിനസ് പൂട്ടി പോവുകയാണ് സമയത്ത് ഇപ്പോൾ നമ്മുടെ അവിടെയുള്ള ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ ഗുഡ്സ് വിൽക്കുമ്പോൾ എന്താണ് അതും ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരും. ഓക്കെ, ദെൻ അടുത്തത് പ്രൊവിഷൻ ഓഫ് ഫെസിലിറ്റി ബൈ ക്ലബ്ബ് അസോസിയേഷൻ ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ കൺസിഡറേഷൻ. എന്താണ് ക്ലബ്ബ് അല്ലെങ്കിൽ അസോസിയേഷന് അവരുടെ മെമ്പേഴ്സിന് ഫീസ് വാങ്ങിയിട്ട് എന്തെങ്കിലും സർവീസ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതും എന്ത് വരും ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരും. ദെൻ അഡ്മിഷൻ ഫോർ കൺസിഡറേഷൻ ടു എനി പ്രമൈസസ്. ഏതെങ്കിലും ഒരു പ്രമൈസസിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എന്തിൽ വരും ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരും. പ്രമൈസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് വീഗാലാൻഡൊക്കെ പോലുള്ള പാർക്കുകളൊക്കെ അല്ലേ, അപ്പോൾ അതിൽ നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ അഡ്മിഷൻ നേടുക അല്ലേ, അപ്പോൾ അതും എന്താണ് ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരും. ദെൻ നെക്സ്റ്റ് സർവീസ് ആസ് എ ഹോൾഡർ ഓഫ് ഓഫീസ് അക്സെപ്റ്റഡ് ഇൻ കോഴ്സ് ഫർദറൻസ് ഓഫ് ട്രേഡ് ഓർ പ്രൊഫഷൻസ്. ഇപ്പോൾ ഞാനൊരു എന്താണ് കമ്പനീൻ്റെ ഒരു ഡയറക്ടറാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു ഡയറക്ടർ എന്നുള്ളൊരു പോസ്റ്റാണ് എന്നുണ്ടെങ്കിൽ അതും എന്താണ് ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരും. ഓക്കെ, എന്തെങ്കിലും ഒരു ഓഫീസിലുള്ള ഒരു പ്രൊഫഷന്, ഓക്കെ, ആ പ്രൊഫഷൻ എന്ത് വരും ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരും. ദെൻ ആക്ടിവിറ്റി ഓഫ് റൈസ് ക്ലബ്ബ് ഇൻക്ലൂഡിങ് എന്താണ് ബൈ വേ ടോട്ടലൈസേറ്റർ ഓർ എ ലൈസൻസ് ടു ബുക്ക് മേക്കർ ഓർ ആക്ടിവിറ്റീസ് ഓഫ് എ ലൈസൻസ്ഡ് ബുക്ക് മേക്കിംഗ് സച്ച് ക്ലബ്ബ്. ഇപ്പോൾ പന്തയം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ കുതിരപന്തയം കാര്യങ്ങളൊക്കെ, അപ്പോൾ ഹോഴ്സ് റൈസൊക്കെ, അപ്പോൾ അവിടെ ഇടനിലക്കാരുണ്ടാവും അല്ലെങ്കിൽ കമ്മിറ്റിക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതും ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരും. ഓക്കെ, ദെൻ എനി ആക്ടിവിറ്റി ബൈ ദി ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി ആസ് എ പബ്ലിക് അതോറിറ്റി എന്ന നിലയിൽ ഗവൺമെൻറ് എന്തെങ്കിലും ഫങ്ഷൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും എന്ത് വരും ബിസിനസ്സിൽ ഉൾപ്പെടും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ബിസിനസ്സിൽ ഉൾപ്പെടുന്നതാണ്. സോ ബിസിനസ് പ്രോഫിറ്റ് മോട്ടീവ് അല്ല അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റിനല്ല അല്ലാത്ത ട്രേഡോ അല്ലെങ്കിൽ മാനുഫാക്ചറോ പ്രൊഫഷനൊക്കെ എന്തിൽ വരും ബിസിനസ്സിൽ പെടും. ഓക്കെ, ദെൻ നെക്സ്റ്റ്
കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. എന്താണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് GST പ്രകാരം കേരളത്തിൽ രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട് പോയിട്ട് ബിസിനസ് ചെയ്തിട്ട് തിരിച്ച് വരുന്ന ആളാണെങ്കിൽ തമിഴ്നാട്ടിനെ സംബന്ധിച്ച് ഞാൻ എന്താണ് ഒരു കാഷ്വൽ ടാക്സ് പേഴ്സൺ ആണ്. ഓക്കെ, എ പേഴ്സൺ ഹു ഒക്കേഷണലി അണ്ടർടേക്ക് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഇൻ ദി കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് വെദർ ആസ് പ്രിൻസിപ്പൽ ഓർ ഏജൻറ്റ് ഓർ ഇൻ അതർ കപ്പാസിറ്റി ഇൻ എ സ്റ്റേറ്റ് or a union territory where he has no fixed place of business. അല്ലേ, നമുക്കൊരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ബിസിനസ് ചെയ്താൽ അവിടെ എന്താണ് ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് നമ്മളെ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എന്താണ്, മുംബൈയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി എന്താണ് ബാംഗ്ലൂർ പോയിട്ടൊരു എക്സ്പോ ഒക്കെ നടത്തിയാൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ആ ഒരു കർണാടക ഗവൺമെൻറ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഇയാളൊരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ്. എന്താണ്, നമുക്കൊരു ഫിക്സഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ ബിസിനസ് ചെയ്താൽ എന്താണ് അവിടെ എന്താണ് നമ്മളൊരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ്. അതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 20 GST ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഓക്കെ, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഓർ അഗ്രീഡ് ടു ബി പ്രൊവൈഡഡ് കണ്ടിന്യൂസ്ലി ഓർ ഓൺ recurrent base under a contract whether or not by means of wire, cable, pipeline or other conduit and for which the supplier invoices the recipient on regular or periodic basis and include supply of such goods as government may subject to such condition as it may by notification specify. എന്താണ് റെഗുലർ ബേസ് സപ്ലൈ ചെയ്യുന്നതിനാണ് ഓക്കെ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം, ഗ്യാസ് കണക്ഷൻ അല്ലേ, എല്ലാ വീട്ടിലും ഗ്യാസ് കണക്ഷൻ ഉണ്ടാവില്ലേ അല്ലേ, അപ്പോൾ അത് വീട്ടിലെ ഗ്യാസ് കഴിയും തോറും അല്ലേ വേറെ സിലിണ്ടർ നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കും ഇല്ലേ. ഇപ്പോൾ അതിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ അതിൻ്റെ ബില്ലിങ് അല്ലേ, എപ്പോഴാണോ നമുക്ക് സാധനം കൊണ്ടുവരുന്ന സമയത്താണ് എന്ത് ചെയ്യുക ബില്ലിങ് തരിക, അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ അടക്കുക. ഓക്കെ, അപ്പോൾ പീരിയോഡിക്കായിട്ട് കിട്ടുന്നുണ്ട്. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. റെഗുലറായിട്ട് അല്ലെ ഒരു റിക്കറൻറ്റ് ബേസിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ് നമുക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് എപ്പോഴായിരിക്കും ഉണ്ടാവുക അല്ലേ, നമ്മളതിൻ്റെ ആ സാധനം അല്ലേ എത്തിയതിന് ശേഷം പേയ്മെൻറ്റ് ഉണ്ടാകുക. അതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് എന്ത് ന്യൂസ് പേപ്പറൊക്കെ അല്ലേ. ന്യൂസ് പേപ്പർ നമുക്ക് ഡെയിലി വാങ്ങാൻ പറ്റും അല്ലേ, ഡെയിലി തന്നെ ഇങ്ങനെ ക്യാഷ് എടുത്ത് വാങ്ങാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്താണ് ആ ഒരു പത്ര ഏജൻറ്റുമായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാകേണ്ട കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും ആ ഒരു പത്രം നമ്മളെ വീട്ടിലേക്ക് സപ്ലൈ ചെയ്യും. അത്തരത്തിലുള്ള അതിനെയാണ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിൽ റെഗുലറായിട്ട് എന്ത് തരാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് എത്തിച്ച് തരും. അതാണ് എന്ത് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവീസും അതേപോലെ തന്നെയാണ്. അത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ വയർ അല്ലെങ്കിൽ കേബിളൊക്കെ ആയിട്ട് നമുക്ക് അല്ലേ BSNL സർവീസിൻ്റെ ഒരു എക്സാമ്പിളാണ് അല്ലേ നമുക്ക് വരും. അതുപോലെ തന്നെ ആ സർവീസ് കഴിഞ്ഞിട്ട് പീരിയോഡിക്കലായിട്ട് എന്ത് വരും അല്ലെ അതിൻ്റെ പേയ്മെൻറ്റ് ബില്ലുകളൊക്കെ തരും. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സർവീസ് കിട്ടുന്നുണ്ട്. അതാണ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ കോമ്പോസിറ്റ് സപ്ലൈ. കോമ്പോസിറ്റ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ ഗുഡ്സോ സർവീസോ ഉൾപ്പെടുന്ന ഒരു സപ്ലൈ ആണ്. ഓക്കെ, രണ്ടോ അതിലധികമോ ഗുഡ്സോ സർവീസോ ഉൾപ്പെടുന്ന ഒരു സപ്ലൈ. ദെൻ ഇവിടെ നമുക്ക് നോക്കാം സപ്ലൈ മെയ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ ടു എ റെസിപ്പിയൻറ്റ്. എന്താണ് ഒരു ടാക്സബിൾ പേഴ്സൺ ഒരു റെസിപ്പിയൻറ്റിന് ഗുഡ്സ് സപ്ലൈ ചെയ്യുകയാണ്. ദെൻ കംപ്രൈസിങ് അത് ഉൾപ്പെടുന്നുണ്ട് ടു ഓർ മോർ ടാക്സബിൾ സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് എനി കോമ്പിനേഷൻ ദെയർ ഓഫ് അല്ലേ. മിനിമം 2 ടാക്സബിൾ സപ്ലൈ അതിൽ ഉണ്ടാവണം. ഓക്കെ, മിനിമം 2 ടാക്സബിൾ സപ്ലൈ അതിൽ ഉണ്ടാവണം. വിച്ച് ആർ നേച്ചുറലി ബണ്ടിൽഡ് അല്ലെ. എന്താണ് അത് നാച്ചുറലി ബണ്ടിൽഡ് ആവണം, അത് സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് സപ്ലൈഡ് ഇൻ കൺജക്ഷൻ വിത്ത് ഈച്ച് അതർ ഇൻ എ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് അല്ലേ. അതെന്താണ് അതിലൊന്ന് അല്ലേ എന്താണ് ബിസിനസ്സിൻ്റെ ആ ഓർഡിനറി കോഴ്സിൽ ആ കാര്യങ്ങൾ എന്തായിരിക്കും അത് രണ്ടും കൂടി തന്നെ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക സപ്ലൈ ചെയ്യുള്ളൂ. ഓക്കെ, ദെൻ വൺ വിച്ച് ഈസ് പ്രിൻസിപ്പൽ സപ്ലൈ. അതിലെന്തായിരിക്കും ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കും അത് ഒരു മെയിൻ പ്രൊഡക്റ്റ് ആയിരിക്കും, ഏതെങ്കിലും ഒന്നത് പ്രിൻസിപ്പൽ സപ്ലൈ ആവും, മെയിൻ സപ്ലൈ ആയിരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ഗുഡ്സോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സർവീസോ അല്ലെങ്കിൽ അത് രണ്ടോ ഒരുമിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറഞ്ഞത് നമ്മൾ
കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവും. അത് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ സർവീസ് ആവാം, അല്ലെങ്കിൽ രണ്ടും ആവാം. സാധാരണ രീതിയിൽ ബിസിനസ് ചെയ്യുന്നതിൻ്റെ നാച്ചർ അനുസരിച്ചിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നിച്ചേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, സാധാരണ ബിസിനസ്സിൻ്റെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, സാധാരണ ബിസിനസ്സിൻ്റെ കേസിൽ എന്തായിരിക്കും അത് അല്ലേ, അത് ഒന്നിച്ചേ കാര്യം പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അതിൽ ഒരെണ്ണം എന്തായിരിക്കും, പ്രിൻസിപ്പൽ സപ്ലൈ ആയിരിക്കും, ഒന്ന് മെയിൻ ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫ്ലൈറ്റിൽ നമുക്ക് നമ്മൾ ഫ്ലൈറ്റ് യാത്ര പോവുകയാണ്. കാര്യമായിട്ട് ഇപ്പോൾ ഫ്ലൈറ്റിൽ നമുക്ക് യാത്രയാണല്ലോ ഉദ്ദേശം. അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ നമുക്ക് ഭക്ഷണം തരും അല്ലേ, അത് കേട്ടില്ലേ, ഫ്ലൈറ്റിൽ ഭക്ഷണം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാനാണ് നമ്മളെ മെയിൻ കാര്യം, ഫുഡ് സെക്കൻഡാണ്. അപ്പോൾ ട്രാവലേഴ്സിന് അല്ലേ എന്താണ്, ട്രാവലിങ്ങിന് വേറെ ടാക്സ് റേറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ ഫുഡിന് വേറെ ടാക്സ് റേറ്റും ഉണ്ടാകുക. പക്ഷേ ഒന്നിച്ചാണ് അല്ലേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അതിനെ ഒന്നിച്ച് ടാക്സ് കളക്ട് ചെയ്യുന്നുള്ളൂ. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കോമ്പോസിറ്റ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ള അല്ലേ ആഗ്രഹം മാത്രം നമുക്ക് സാധിക്കാൻ പറ്റില്ല അല്ലേ, ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹം മാത്രം സാധിക്കാൻ പറ്റില്ല. കാരണം നമ്മളെന്താണ് അല്ലേ, നേച്ചറലി ആ ഒരു സർവീസ് എന്താ ബണ്ടിലാണ്. കാരണം ഇതിൻ്റെ ഒപ്പളേ അത് കിട്ടുള്ളൂ, ഏത് യാത്രേൻ്റെ ഒപ്പളേ അത് കിട്ടുള്ളൂ. സോ ട്രാവലിംഗ് ആണ് എന്ത് നമ്മളെ മെയിനായിട്ടുള്ള എയിം, അല്ലെങ്കിൽ മെയിനായിട്ടുള്ള സപ്ലൈ എന്താണ്, ട്രാവലിംഗ് ആണ്. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്, കോമ്പോസിറ്റ് സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവും. അത് ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ സർവീസ് ആവാം, അല്ലെങ്കിൽ രണ്ടും ആവാം. സാധാരണ രീതിയിൽ ബിസിനസ് ചെയ്യുന്നതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നിച്ചേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതിലൊരെണ്ണം എന്തായിരിക്കും, പ്രിൻസിപ്പിൾ അല്ലേ സപ്ലൈ ആയിരിക്കും. ഓക്കെ, എന്നാലോ അത് നമുക്ക് അല്ലേ വേർതിരിക്കാൻ നമുക്ക് പറ്റൂല. ഓക്കെ, അത് വേർതിരിക്കാൻ സെപ്പറേറ്റ് ചെയ്യാനത് പറ്റൂല. അതാണെന്ത് കോമ്പോസിറ്റ് സപ്ലൈ.